ഇന്ന് ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ് മത്തങ്ങ പയർ എരിശ്ശേരി. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ അതിനായിട്ട് 1 കപ്പ് വൻപയറാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ റെഡ് കളറിലുള്ള പയർ. അതൊരു 2-3 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പയർ സോക്ക് ചെയ്യുമ്പോൾ നമ്മൾ കടലയൊക്കെ ചെയ്യുന്ന പോലെ ഓവർനൈറ്റ് ഇടും, അല്ലെങ്കിൽ ഒരുപാട് നേരം ഒരു 5-6 മണിക്കൂറൊന്നും സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് കളറും പോവും, വെളുത്തിരിക്കും പയർ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പയർ സോക്ക് ചെയ്യാൻ വിട്ടു പോയാൽ തന്നെ നിങ്ങളൊന്ന് ഒരു അരമണിക്കൂർ എങ്ങാനും ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാലും നമുക്ക് പയർ നന്നായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന പയറൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചെടുക്കാം. ഇപ്പോൾ പയർ വേവിക്കാനൊക്കെ നമുക്ക് നന്നായിട്ട് വെള്ളം വേണം. അതായത് പയറിൻ്റെ മുകളിൽ അതിനേലും കുറച്ചും കൂടെ പൊക്കത്തിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കാം. അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇനി ഈ പയറിലേക്ക് തന്നെയാണല്ലോ നമ്മൾ മത്തങ്ങയും കൂടെ ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലാണ് ഞാൻ വെച്ചത്. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഒന്ന് 3-4 വിസിൽ കഴിയുമ്പോൾ ഒന്ന് നോക്കുക. തീരെ വെന്തിട്ടില്ലെങ്കിൽ മാത്രം 1-2 വിസിലും കൂടെ എക്സ്ട്രാ അടുപ്പിച്ചാൽ മതി. കാരണം നമ്മളിനി ഇതിനകത്ത് മത്തങ്ങയും കൂടി ഇട്ടിട്ട് വീണ്ടും വേവിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് മത്തങ്ങ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മത്തങ്ങയും കൂടെ പയറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ മത്തങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പയർ വേവിക്കുമ്പോൾ സാധാരണ 2 പച്ചമുളക് ഇടാറുണ്ട്. അപ്പോൾ നേരത്തെ അത് വിട്ടുപോയി, അതിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾ പയർ വേവിച്ചതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം കുറവാണ്. ഞാനിത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് എരിശ്ശേരിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. അത് മിക്സിയുടെ ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, പെരുംജീരകം അല്ല, ചെറിയ ജീരകം, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ജീരകവും ചേർത്തു, അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ മത്തങ്ങ ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചു. അപ്പോൾ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആയിട്ട് മത്തങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മത്തങ്ങ കഷ്ണങ്ങൾ മാത്രം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി അരപ്പ്, തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ട് അരച്ച് ഇതുപോലെ ഒന്ന് അരച്ചാൽ മതി. ഒത്തിരി ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല. നമുക്കിതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അരപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചെറിയ തീയിലൊരു 10 മിനിറ്റെങ്കിലും ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴാണ് നന്നായിട്ട് കറക്റ്റായിട്ട് ആ തേങ്ങയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി, അതുപോലെ ഒന്നും കൂടെ ഒന്ന് കറിയൊക്കെ നന്നായിട്ട് കുറുകി കിട്ടുക. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ചെറിയ കഷ്ണം കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മത്തങ്ങയ്ക്ക് അത്യാവശ്യം മധുരമുള്ള മത്തങ്ങയാണെങ്കിൽ നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ കറിക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മത്തങ്ങ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇടാനുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമുക്കിനി ഈ കറിയിലേക്കുള്ള നമുക്ക് വറുത്തിടാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നാടൻ കറികൾക്കൊക്കെ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കടുക്, പിന്നെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കടുക് ഉഴുന്നുമൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 3 വറ്റൽമുളക് ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നന്നായിട്ട് കറിവേപ്പിലയും കൂടെ. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഇത്. അപ്പോൾ നമ്മൾ മത്തങ്ങ പയറും വേവിച്ചപ്പോൾ നിങ്ങളുടെ എരിവ്, അതായത് എരിവ് എന്തോരം വേണം അതനുസരിച്ച് പൊടിയുടെ അളവൊക്കെ ഇടാൻ നോക്കുക കേട്ടോ.
ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടേക്കുന്നത്, പിന്നെ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ഇടാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു കളറിൽ മതി. അപ്പോൾ മത്തങ്ങയും പയറും ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചിരുന്നു. അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നമുക്ക് ഇനി ഈ കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഞാനൊന്ന് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ശർക്കരയൊക്കെ ഇടുന്നത് ഓപ്ഷണലാണ് കേട്ടോ. മത്തങ്ങയ്ക്കൊക്കെ നല്ല മധുരമുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇടണമെന്നില്ല. അതുപോലെ തന്നെ പച്ചമുളക് ഇടുന്നുണ്ട്, അതുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പൊടികളുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്